ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ വമ്പൻ അപ്ഡേറ്റ്. വാരണാസിയിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രം എന്ത്? കാട്ടാളം ചിത്രത്തിന്റെ റിലീസ് മാറ്റുന്നു. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. അമരൻ എന്ന സിനിമയ്ക്ക് ശേഷം ധനുഷിനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് മുൻപ് തന്നെ വാർത്തകൾ വന്നിരുന്നതാണ്. ഇപ്പോൾ ഇതാ മമ്മൂട്ടി ഓൺ ബോർഡ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ D55 എന്ന സിനിമയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ ധനുഷിനും മമ്മൂക്കയ്ക്കുമൊപ്പം സായി പല്ലവി, ശ്രീലീല തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തും. സായി അഭ്യങ്കറാണ് ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുക. നസ്ലിൻ, മമിത ബൈജു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് 2024 തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഒരു റൊമാന്റിക് കോമഡി സിനിമയാണ് പ്രേമലു. ചിത്രത്തിന്റെ വലിയൊരു വിജയത്തിന് ശേഷം പ്രേമലുവിന് രണ്ടാം ഭാഗം വരുമെന്ന് ഏറെ നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. എന്നാൽ ഇപ്പോൾ പ്രേമലു 2 ഉപേക്ഷിച്ചെന്ന് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ ഭാവന സ്റ്റുഡിയോസിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. പ്രേമലു 2വിന്റെ കഥാപശ്ചാത്തലത്തെ തുടർന്നുണ്ടായ ചർച്ചകൾ പരാജയമായതിനെ തുടർന്നാണ് പ്രേമലു 2 ഉപേക്ഷിച്ചതായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. രൺബീർ കപൂർ, സായി പല്ലവി, യഷ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിതീഷ് തിവാരി സംവിധാനം ചെയ്തു വരുന്ന ഒരു ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ബോളിവുഡ് സിനിമയാണ് രാമായണ. രാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയും രാവണനായി യഷും വേഷമിടുന്ന ചിത്രത്തിൽ ഹനുമാന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സണ്ണി ഡിയോൾ ആണ്. ഇപ്പോഴിതാ 2 ഭാഗങ്ങളിലായി തയ്യാറാവുന്ന രാമായണയുടെ ആദ്യ ഭാഗത്തിന്റെ ചിത്രീകരണം അവസാന ഘട്ടത്തിലിരിക്കെ നിലവിൽ പൂർത്തിയായ പോർഷൻസ് റീഷൂട്ട് ചെയ്യാൻ പോകുന്നു. തങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ സണ്ണി ഡിയോളിന്റെ ഹനുമാൻ കഥാപാത്രത്തിന് ഇമ്പോർട്ടൻസ് ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ പൂർത്തിയാക്കിയ ചില സീനുകൾ റീഷൂട്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് മൂവി ടീം അറിയിച്ചിട്ടുള്ളത്. ഓൾറെഡി ആദ്യ ഭാഗത്തിന്റെ 90% ചിത്രീകരണവും സിനിമയുടേതായി പൂർത്തിയായിരുന്നു. ഇപ്പോൾ ആ ഭാഗങ്ങളാണ് റീഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 1000 കോടി രൂപ ബഡ്ജറ്റിൽ തയ്യാറാവുന്ന രാമായണ ദീപാവലി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതാണെന്ന് ചോദിച്ചിരുന്നു. പടക്കളമാണ് കൃത്യമായ ഉത്തരം. മുഹമ്മദ് നിദാൽ, ലിയോ കെ ദേവസ്യ, ഷാഹുസ് ചച്ചു, നസീമ ആഷിഖ്, റൂബിൻ റോണി തുടങ്ങിയവരാണ് കൃത്യമായ ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൌഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് നെല്ലിക്കാംപൊയ്കയിൽ നൈറ്റ് റൈഡേഴ്സ്. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയ സമയം പ്രേക്ഷകരിൽ നിന്നും അത്ര മോശമല്ലാത്ത റിവ്യൂസ് ആയിരുന്നു നേടിയതെങ്കിൽ കൂടി ബോക്സ് ഓഫീസിൽ ചിത്രം പരാജയമായി മാറിയിരുന്നു. എന്തായാലും നൈറ്റ് റൈഡേഴ്സിന്റെ OTT അവകാശങ്ങൾ ഇപ്പോൾ C5 സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റും പുറത്തുവരും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പദയാത്ര. നിലവിൽ പദയാത്രയുടെ ഷൂട്ട് പിറവത്ത് വെച്ചാണ് നടന്നു വരുന്നത്. അത് കഴിഞ്ഞാൽ കായംകുളം, തൃശൂര്, കണ്ണൂര് തുടങ്ങിയ സ്ഥലങ്ങളിലും ഈ സിനിമയ്ക്ക് ചിത്രീകരണം ഉണ്ടാവും. ഏകദേശം മാർച്ച് മാസത്തിൽ സിനിമയുടെ പൂർണ്ണമായ ചിത്രീകരണം പൂർത്തിയാവുകയും ചെയ്യും. മമ്മൂക്ക ഒരു ഡോക്ടറുടെ കഥാപാത്രമായിട്ട് എത്തുന്ന പദയാത്രയിൽ അനുസിത്താര, ഇന്ദ്രൻസ്, ഗ്രേസ് ആന്റണി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തുക. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് AA22. അല്ലു അർജുനൊപ്പം ദീപിക പദുകോൺ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിന്റെ ഇന്റർവെൽ പോർഷൻസിന്റെ ചിത്രീകരണമാണ് നിലവിൽ നടന്നു വരുന്നതെന്നും അവതാർ, അവഞ്ചേഴ്സ് പോലുള്ള സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്ന അൾട്ടർനേറ്റീവ് റിയാലിറ്റി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ബ്രഹ്മാണ്ഡ ഇന്റർവെൽ ബ്ലോക്കാണ് സിനിമയ്ക്കായി നടന്നു വരുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഷെഡ്യൂളോടുകൂടി മുംബൈയിലെ ഷൂട്ട് മൂവി ടീം പൂർത്തീകരിക്കുകയും ചെയ്യും. തുടർന്ന് വിദേശ രാജ്യങ്ങളിലും 3 മാസത്തോളം നീണ്ട ചിത്രീകരണം AA22 ണ്ട്. ഏകദേശം 2026 സെപ്റ്റംബർ മാസത്തോടെ മാത്രമാവും ചിത്രത്തിന്റെ പൂർണ്ണമായ ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തിയാവുക. ഏതാണ്ട് 700 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന AA22 നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സ് ആണ്. അജിത് കുമാറിനെ നായകനാക്കി അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് AK64. ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ ശ്രീലീലയാണ് ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുക. ഇപ്പോൾ ഇതാ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഉടൻ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന AK64ൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മൂവി ടീം നമ്മുടെ ലാലേട്ടനുമായി ചർച്ചകൾ നടത്തിയിരിക്കുന്നു. മാത്രവുമല്ല വലിയൊരു തുക പ്രതിഫലമായി ഓഫർ ചെയ്തിട്ടുണ്ടെന്നുമാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. എന്നാൽ ലാലേട്ടൻ ഓക്കെ പറഞ്ഞു എന്നതിന് കൃത്യമായ ഉത്തരങ്ങൾ ലഭ്യമല്ല. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഐ ആം ഗെയിം. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ദുൽഖറിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ദുൽഖർ സിനിമയിലെത്തിയിട്ട് 14 വർഷങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഈ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും പുറത്തു വന്നിട്ടുള്ളത്. ആദ്യം വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് റോയ് ആയ ഒരു പോസ്റ്ററാണ് മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ളത്. നിലവിൽ അവസാനഘട്ട ചിത്രീകരണം നടന്നു വരുന്ന ഐ ആം ഗെയിമിന്റെ പൂർണ്ണമായ ചിത്രീകരണം വരുന്ന മാർച്ച് മാസത്തോടെയാവും പൂർത്തിയാവുക. ഒരു സ്പോർട്സ് ആക്ഷൻ ത്രില്ലർ സിനിമയായി തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ ദുൽഖർ ഒരു ഗ്യാങ്സ്റ്റർ കഥാപാത്രമായിട്ടാണ് എത്തുന്നതും. ദുൽഖറിനൊപ്പം കയാദുൽ ലോഹർ, ആന്റണി വർഗീസ്, മിഷ്കിൻ, കദിർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഐ ആം ഗെയിം വരുന്ന ഓഗസ്റ്റ് 20 ഓണം നാളുകളിൽ പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും.
തെലുങ്കിൽ നിന്നും റീസെന്റ് ആയി തിയേറ്ററുകളിലേക്ക് എത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയ സിനിമയാണ് മനശങ്കര വരപ്രസാദ് ഗാരു. ചിരഞ്ജീവി, വെങ്കിടേഷ്, നയൻതാര തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം 200 കോടി രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തി 300 കോടിക്ക് മുകളിൽ ഒരു കളക്ഷനാണ് ലോകമെമ്പാടും നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. വരുന്ന ഫെബ്രുവരി 11-ാം തീയതി C5-ലൂടെ മനശങ്കര വരപ്രസാദ് ഗാരു OTT സ്ട്രീമിംഗ് ആരംഭിക്കും. മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി SS രാജമൗലി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ വാരണാസി. നിലവിൽ ഹൈദരാബാദിൽ വെച്ച് ചിത്രീകരണം നടന്നു വരുന്ന വാരണാസി ഇന്ത്യയിൽ തന്നെ 1200 കോടി രൂപ എന്ന റെക്കോർഡ് ബഡ്ജറ്റിലാണ് തയ്യാറാവുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾക്കായി ജിയോ ഹോട്ട്സ്റ്റാർ 600 കോടി രൂപയോളം മൂവി ടീമിന് ഓഫർ ചെയ്തതായി ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ വാരണാസി ടീം അതിൽ ഓക്കെ പറഞ്ഞിട്ടില്ല. മേ ബി അതിലും വലിയൊരു തുകയാവാം മൂവി ടീം പ്രതീക്ഷിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ മറ്റൊരു അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വാരണാസിയിലെ പൃഥ്വിരാജ് കഥാപാത്രത്തെ പറ്റി ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശാരീരികമായി പരിമിതികൾ ഉള്ളവനാണെങ്കിലും മാനസികാവസ്ഥയിൽ അപകടകരമാം ഭയപ്പെടേണ്ടവനാണ് കുംഭ എന്ന പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വരുന്ന 2027 ഏപ്രിൽ മാസം 7-ാം തീയതി വാരണാസി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് D152. ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ പ്രഖ്യാപനം ഈ ഫെബ്രുവരി മാസത്തിൽ പുറത്തു വരുമെന്ന് മുൻപ് തന്നെ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ഇത് ദിലീപ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് ചിത്രത്തിന്റെ വർക്കുകൾ നിലവിൽ ദ്രുതഗതിയിൽ നടന്നു വരികയാണെന്നും ഉടൻ തന്നെ മൂവി ടീമിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ദിലീപിനൊപ്പം വീണ നന്ദകുമാർ, കലാഭവൻ ഷാജോൻ, ബിനു പപ്പു, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തുക. കാത്തിരിക്കൂ D152 എന്ന ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. രാംചരണിനെ നായകനാക്കി ബുച്ചി ബാബുസാന സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് പെഡ്ഡി. ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഏപ്രിൽ 30-ാം തീയതി പെഡ്ഡി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. ആന്റണി വർഗീസിനെ നായകനാക്കി പോൾ ജോർജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ അഡ്വഞ്ചർ പാൻ ഇന്ത്യൻ സിനിമയാണ് കാട്ടാളൻ. ആന്റണി വർഗീസിനൊപ്പം കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ്, സിദ്ദിഖ്, സുനിൽ തുടങ്ങി വമ്പൻ താരനിര വന്നിക്കുന്ന ഈ ചിത്രം വരുന്ന മെയ് മാസം 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിരുന്നു മൂവി ടീം പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ മെയ് 14 നിന്നും മെയ് മാസം തന്നെ അവസാന വാരത്തിലേക്ക് ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതായി ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫ്രെയിം 2024-ൽ മലയാളത്തിൽ നിന്നും പുറത്തു വന്ന ഒരു സിനിമയിലെ ഫ്രെയിമാണ്. ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്ന 5 പേരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ജയറാം, കാളിദാസ് ജയറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി G പ്രജിത്ത് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ആശകളായിരം. 2018 എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി തിരക്കഥ ഒരുക്കുന്ന ഈ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് നാളെ രാവിലെ 10 മണിക്ക് ഓപ്പൺ ആവും. വരുന്ന ഫെബ്രുവരി 6-ാം തീയതിയാണ് ആശകളായിരം റിലീസിനെത്തുക. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദൃശ്യം 3. ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ദൃശ്യം 3 വരുന്ന ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് റിലീസിനെത്തുക. മലയാളത്തിലെ ഈ ദൃശ്യം 3ക്ക് പിന്നാലെ അജയ് ദേവഗൻ നായകനാകുന്ന ദൃശ്യം 3യും ഒരേ തിരക്കഥയിലാണ് വരുന്നതെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം 2 സിനിമകളുടെയും തിരക്കഥയിൽ വ്യത്യാസമുണ്ടെന്നും മലയാളം ദൃശ്യം 3 3-ാം ഭാഗത്തോടെ ഈ ഒരു ഫ്രാഞ്ചൈസി തന്നെ പൂർത്തിയാക്കുമ്പോൾ ഹിന്ദിയിലെ ദൃശ്യത്തിന് 3-ാം ഭാഗത്തിന് പുറമെ 4-ാം ഭാഗത്തിലേക്ക് ലീഡ് നൽകിയാവും സിനിമ അവസാനിക്കുകയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്.